ഹായ് ഫ്രണ്ട്സ്, JobSecura ലോ എമിനൻസ് ഒരുക്കുന്ന കറണ്ട് അഫയേഴ്സ് സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളതെല്ലാം എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കട്ടെ. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സിലെ ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുന്നോടിയായിട്ട് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയമുണ്ടെങ്കിലും ഹൗ ടു അപ്ലൈ എന്ന ഞങ്ങളുടെ ഒരു വീഡിയോ ഇതിന് തൊട്ട് മുമ്പിലായി തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണുന്നത് വളരെയധികം ഗുണം ചെയ്യും. JobSecura ലോ എമിനൻസിൻ്റെ ഇത്തരം ലോ എൻട്രൻസുമായി ബന്ധപ്പെട്ട ഇനിയും വീഡിയോസ് ഞങ്ങളുടെ യൂട്യൂബിൽ വരും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോ എക്സാം റിലേറ്റഡ് അപ്ഡേറ്റ്സിനായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുന്നതും നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. ഇന്ന് ഞാൻ കറണ്ട് അഫയേഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ കേരള ലോ എൻട്രൻസിൽ കറണ്ട് അഫയേഴ്സ് എന്നല്ല അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്, ജനറൽ നോളജ് എന്നാണ്. അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സിനോടൊപ്പം തന്നെ നമ്മൾ സ്റ്റാറ്റിക് GKയും ജനറൽ നോളജും നോക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇന്ന് കറണ്ട് അഫയേഴ്സിലെ ഏതാനും ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതോടൊപ്പം അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള GK ക്വസ്റ്റ്യൻസും ഞങ്ങൾ ഇതോടൊപ്പം തന്നെ സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഹൂ ഈസ് ദ ന്യൂലി അപ്പോയിൻറ്റഡ് ചീഫ് മിനിസ്റ്റർ ഓഫ് ത്രിപുര? ബിപ്ലബ് ദേവ്, മണിക് സാഹ, മണിക് സർക്കാർ, ദശരഥ് ദേവ്. ഇതിൽ മണിക് സാഹ ആണ് ആൻസർ. നിങ്ങൾ ത്രിപുര ചീഫ് മിനിസ്റ്ററെ അറിയുന്നത് പോലെ തന്നെ ഈ അടുത്താണ് നമ്മുടെ മഹാരാഷ്ട്രയിലും പുതിയ ചീഫ് മിനിസ്റ്റർ വന്നത്. അപ്പം മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്റർ ആര് എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ: ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പത്മശ്രീ റെസിപ്പിയൻറ്റ് ഓഫ് 2022? അപ്പം പത്മശ്രീ കിട്ടിയിട്ടുള്ള 2020 കിട്ടിയിട്ടുള്ള 4 മലയാളികളെയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എൻ്റെ ഓപ്ഷൻസ്: പി നാരായണക്കുറുപ്പ്, KV റാബിയ, സൂസമ്മ ഐപ്പ്, PR ശ്രീജേഷ്. അതിൽ PR ശ്രീജേഷ് ഒഴിച്ച് ബാക്കി 3 പേരും ഈ വർഷം പത്മശ്രീ കിട്ടിയവരാണ്. PR ശ്രീജേഷിന് ഈ വർഷമല്ല പത്മശ്രീ കിട്ടിയത്, പക്ഷേ PR ശ്രീജേഷും പത്മശ്രീ റെസിപ്പിയൻ്റ് ആണ്. അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. PR ശ്രീജേഷിന് 2022 കിട്ടിയത്, പക്ഷേ പത്മശ്രീ റെസിപ്പിയൻ്റ് ആണ്. അപ്പോൾ പത്മശ്രീ കിട്ടിയിട്ടുള്ള 4ാമത്തെ ആളാരാണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത എൻ്റെ ക്വസ്റ്റ്യൻ: ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റെസിപ്പിയൻ്റ് ഓഫ് പത്മവിഭൂഷൺ? ബിപിൻ റാവത്ത്, പ്രഭ ആട്രെ, കല്യാൺ സിംഗ്, സത്യ നാദല്ല. ഈ വർഷം 4 പേർക്കാണ് പത്മവിഭൂഷൺ കിട്ടിയിട്ടുള്ളത്. ഇന്ത്യ കൊടുക്കുന്ന രാജ്യത്തെ പരമോന്നത ബഹുമതിയാണ് ഭാരതരത്ന. ഭാരതരത്ന കഴിഞ്ഞാൽ തൊട്ടടുത്ത് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് പത്മവിഭൂഷൺ. അതുകൊണ്ട് തന്നെ പത്മവിഭൂഷൺ ആർക്കൊക്കെ കിട്ടി എന്നുള്ളത് വളരെ കാര്യമായി നമ്മൾ നോക്കി വെക്കേണ്ടതാണ്. 4 പേർക്കാണ് ഈ വർഷം കിട്ടിയത്. ഞാൻ തന്നിരിക്കുന്ന ഓപ്ഷനിലെ സത്യാനാദല്ല ഒഴിച്ച് ബാക്കി 3 പേരും ഈ വർഷം പത്മവിഭൂഷൺ കിട്ടിയവരാണ്. 4ാമത്തെ ആൾ ആരാണ് എന്ന് നിങ്ങൾ നോക്കുക. അതോടൊപ്പം തന്നെ സത്യാനാദല്ലയ്ക്ക് പത്മവിഭൂഷൺ അല്ല കിട്ടിയത്, പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യവും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: കലിംഗ പ്രൈസ് ഈസ് അവാർഡഡ് ബൈ വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. വേൾഡ് ബാങ്ക്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് എക്കണോമിക് ഫോറം, യുനെസ്കോ. ഇതിൻ്റെ ആൻസർ യുനെസ്കോ ആണ്. കലിംഗ അവാർഡ് യങ് സയൻറ്റിസ്റ്റിന് കൊടുക്കുന്ന അവാർഡാണ്. നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഏത് ഫീൽഡിനാണ് ഈ അവാർഡ് കൊടുക്കുന്നത് എന്നും നമുക്ക് ചിലപ്പോൾ ചോദ്യങ്ങൾ വരാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കേരള ഗവൺമെൻറ് സ്കീംസ് ടു പ്രൊവൈഡ് ഫ്രീ ട്രീറ്റ്മെൻറ്റ് ടു ചിൽഡ്രൻ ബിലോ 18 years. സ്നേഹസ്പർശം, ശ്രുതി തരംഗം, വയോമിത്രം, താലോലം. കേരള ഗവൺമെൻറ്റിൻ്റെ സ്കീംസ്, അതിൻ്റെ പേരും നല്ലോണം നോക്കി വെക്കണം. താലോലമാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ: ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നമ്മൾ അറിയണം. ഇലക്ഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ എത്രാമത്തെ ആർട്ടിക്കിളാണ് എന്നുള്ള ധാരണ നമുക്കുണ്ടാവണം. ഞാൻ ഓപ്ഷൻസ് തരുന്നു: രാജീവ് കുമാർ, സുകുമാർ സെൻ, സുശീൽ ചന്ദ്ര, സുനിൽ അറോറ. പുതിയ
ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാറാണ്. സുകുമാർ സെൻ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള വുമൺസ് കമ്മീഷൻ ചെയർമാൻ ആര് എന്നാണ്. ഓപ്ഷൻസ് ആർ രേഖ ശർമ്മ, അഡ്വക്കേറ്റ് പി സതീദേവി, MC ജോസഫൈൻ, സ്മൃതി ഇറാനി. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനും നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടവരാണ്. രേഖ ശർമ്മ വുമൺസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ്. അഡ്വക്കേറ്റ് പി സതീദേവി വുമൺസ് കമ്മീഷൻ ഓഫ് കേരള ചെയർമാനാണ്. അതായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. MC ജോസഫൈൻ ഇതിന് തൊട്ട് മുമ്പിലത്തെ വുമൺസ് കമ്മീഷൻ ചെയർമാനായിരുന്നു. സ്മൃതി ഇറാനി നമ്മുടെ സെൻട്രൽ മിനിസ്റ്ററാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേൾഡ് നോട്ട് ടൊബാക്കോ ഡേ ഒബ്സർവ്ഡ് ഓൺ May 21st, May 18th, May 31st, May 29th. ഇതിൻ്റെ ആൻസർ വരുന്നത് May 31st ആണ്. നോ ടൊബാക്കോ ഡേ അറിയുന്നത് പോലെ തന്നെ മെയ്യിൽ വന്നിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ഡേയ്സും നോക്കണം. ഓരോ മന്തിലെയും ഇമ്പോർട്ടൻ്റ് ഡേയ്സും തീമും നോക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, UGC ചെയർമാൻ ഓഫ് ഇന്ത്യയാണ്. ജഗദീഷ് കുമാർ, മനോജ് സോനി, വിനീത് ജോഷി, MS ആനന്ദ് എന്നത് ഈ ഓപ്ഷൻസ് ആണ് തരുന്നത്. UGC ചെയർമാൻ ജഗദീഷ് കുമാറാണ്. MS ആനന്ദ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA, നിങ്ങളിപ്പോൾ CUET ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കാണുന്നുണ്ടാവും. NTA-യുടെ ചെയർമാനാണ് MS ആനന്ദ്. NTA-യുടെ ഡയറക്ടർ ജനറലാണ് വിനീത് ജോഷി. UPSC-യുടെ ചെയർമാനാണ് മനോജ് സോനി. സെൻട്രൽ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്മൃതി ഇറാനി, പീയൂഷ് ഗോയൽ, കിരൺ റിജിജു, S ജയശങ്കർ. ഇതിൻ്റെ ആൻസർ വരുന്നത് S ജയശങ്കർ ആണ്. സ്മൃതി ഇറാനി എന്തിൻ്റെ മിനിസ്റ്ററാണ്. പീയൂഷ് ഗോയൽ എന്തിൻ്റെ മിനിസ്റ്ററാണ്. അതേപോലെ കിരൺ റിജു എന്തുവേലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ലോ മിനിസ്റ്ററാണ്, സെൻട്രൽ ലോ മിനിസ്റ്ററാണ്, ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. അതും കൃത്യമായിട്ട് നോക്കി വയ്ക്കണം. ഇതിൻ്റെ ആൻസർ വരുന്നത് S ജയശങ്കർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാപിറ്റൽ ഓഫ് ലക്ഷദ്വീപ്. ജനറൽ നോളജ് ഏരിയയിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. യൂണിയൻ ടെറിട്ടറീസും ക്യാപിറ്റലും. പോർട്ട് ബ്ലെയർ, ചാണ്ടിഗർ, കവറത്തി, പനജി. ആൻസർ വരുന്നത് കവറത്തിയാണ്. കറൻസി ഓഫ് റഷ്യ, യൂറോ, റൂബിൾ, ഡോളർ, പെസോ. റൂബിളാണ് റഷ്യയുടെ കറൻസി. പെസോ ക്യൂബയുടെ കറൻസിയാണ്. സെക്രട്ടറി ജനറൽ ഓഫ് നാറ്റോ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജെൻസ് സ്റ്റോളൻബർഗ്, അന്റോണിയോ ഗട്ടേഴ്സ്, ടെഡ്രോസ് എഥാനം, ക്രിസ്റ്റലീന ജോർജോവിയ. അതിൽ ജെൻസ് സ്റ്റോളൻബർഗ് ആണ് ആൻസർ വരുന്നത്. നാറ്റോവിൻ്റെ സെക്രട്ടറി ജനറലാണ്. അന്റോണിയോ ഗട്ടേഴ്സ് UN സെക്രട്ടറി ജനറലാണ്. എന്തായാലും അറിഞ്ഞണം. ടെഡ്രോസ് എഥാനം നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അതിൻ്റെ ഹെഡാണ് ടെഡ്രോസ്. അതേപോലെ തന്നെ ക്രിസ്റ്റലീന ജോർജീവ IMFൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. നോക്കി വെക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CEO ഓഫ് Paytm. ഓപ്ഷൻസ് ആർ കെവിൻ സിസ്ട്രോം, വിജയ് ശേഖർ ശർമ്മ, അമിതാഭ് കാന്ത്, പരാഗ് അഗർവാൾ. പരാഗ് അഗർവാൾ ഇപ്പോൾ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ആളായിരിക്കും. നോക്കുക എന്തിൻ്റെ CEO ആണ് എന്ന് നോക്കി വയ്ക്കുക. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ പേര്. കെവിൻ സിസ്ട്രോം co-founder ഓഫ് ഇൻസ്റ്റഗ്രാം ആണ്. ഫോമർ CEO ആയിരുന്നു. അമിതാഭ് കാന്ത് നീതി ആയോഗിൻ്റെ CEO ആയിരുന്നു. ഇപ്പം ഷെർപ്പ ആയിട്ട് G20-യുടെ ഷെർപ്പ ആയിട്ട് അപ്പോയിൻറ്റഡായി. അപ്പോൾ ഇതിനകത്ത് ഓരോ ഓപ്ഷൻസും പഠിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂ പ്രസിഡന്റ് ഓഫ് ഫ്രാൻസ് ആണ്. ഓപ്ഷൻസ് ആർ ജസിന്ത ആർഡേൺ, ഒലാഫ് സ്കോൾസ്, ഇമാനുവൽ മാക്രോൺ, ഫുമിയോ കിഷിത. അതിൽ ജസിന്ത ആർഡേൺ ന്യൂസിലാൻഡിൻ്റെ PM ആണ്. ഒലാഫ് സ്കോൾസ് നമുക്കറിയേണ്ടാവും, ജർമ്മൻ ചാൻസലറാണ്. ഫ്രാൻസിൻ്റെ ന്യൂലി എലക്റ്റഡ് പ്രസിഡന്റ്, ഓൾറെഡി അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു, വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇമാനുവൽ മാക്രോൺ ആണ്. ഫുമിയോ കിഷിഡ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ജപ്പാൻ്റെ ലീഡറാണ്.
Next question, in 2022, which film won the Best Picture Award at the 94th Academy Awards? Academy Awards എന്ന് പറഞ്ഞാൽ ഓസ്കാർ അവാർഡാണ് ഉദ്ദേശിക്കുന്നത്. കിങ് റിച്ചാർഡ്, കോഡ, ദ ഐസ് ഓഫ് ടാമി ഫെയ്, ദ പവർ ഓഫ് ഡോഗ്. ഇതിനകത്തെ ഓരോ ഓപ്ഷൻസും നമ്മൾ അറിയേണ്ടതുണ്ട്. ഇതിൻ്റെ ആൻസർ വരുന്നത് കോഡ ആണ്. കിങ് റിച്ചാർഡ് എന്ന ഫിലിമിലെ ആക്ടിങ്ങിനാണ് വിൽ സ്മിത്ത് ബെസ്റ്റ് ആക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതേപോലെ തന്നെ ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഓപ്ഷൻ സിയിലെ ആക്ടിങ്ങിനും ബെസ്റ്റ് ഡയറക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഓപ്ഷൻ ഡിയുടെ ഡയറക്ഷനുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ഇന്ത്യൻ നോവൽ ടു ഗെറ്റ് ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ്. വൈറ്റ് ടൈഗർ, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ടോംബ് ഓഫ് സാൻഡ്, ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലവ്സ്. ഇതിനകത്ത് ആൻസർ വരുന്നത് ടോംബ് ഓഫ് സാൻഡ് ആണ്. ഈ വർഷം ആദ്യമായിട്ടാണ് ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഗീതാഞ്ജലി ശ്രീയുടെ ഹിന്ദി നോവലിനാണ് കിട്ടിയിരിക്കുന്നത്. ഹിന്ദി നോവലിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ടോംബ് ഓഫ് സാൻഡ്. വൈറ്റ് ടൈഗറും ഗോഡ് ഓഫ് സ്മോൾ തിങ്സും ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസും ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ള നോവൽസാണ്. ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസും രണ്ടും രണ്ടാണ്. ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് പറയുന്നുണ്ട്. വൈറ്റ് ടൈഗർ ആരുടേതാണ്, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആരാണ് എഴുതിയിരിക്കുന്നത്, ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് ആരാണ് എഴുതിയിരിക്കുന്നത്, ഇതിൻ്റെയൊക്കെ ഓഥേഴ്സിനെ കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ടാണ് NV രമണ, VP ജോയ്, KK ഉഷ, S മണികുമാർ. ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട് S മണികുമാറാണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്നു ചോദിച്ചത് എന്ന് വെച്ചാൽ NV രമണ ആണ് ആൻസർ. ചീഫ് സെക്രട്ടറി ഓഫ് കേരളയാണ് VP ജോയ്. ദ ഫസ്റ്റ് വുമൺ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ആണ് KK ഉഷ. 4 ഓപ്ഷനും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാങ്ഷൻഡ് സ്ട്രെങ്ത് ഓഫ് ജഡ്ജസ് ഇൻ സുപ്രീം കോർട്ടാണ്. 31, 32, 33, 34. ഇതിൻ്റെ ആൻസർ വരുന്നത് 34 ആണ്. 34 ഇൻക്ലൂഡിങ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അടക്കം 34 സാങ്ഷൻഡ് സ്ട്രെങ്ത്. കേരള ലോ എൻട്രൻസും അതുപോലെ വരുന്ന മറ്റ് ലോ എൻട്രൻസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സിലെ ഏതാനും ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ അടുത്ത ദിവസം തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ഇറങ്ങും. അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.